ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പോകുന്നത് ബാഗ ബീച്ച് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. പനാജിയിൽ നിന്നും ഏകദേശം 18-19 കിലോമീറ്റർ ദൂരെയായിട്ടാണ് ബാഗ ബീച്ച് ഉള്ളത്. ഈ കാണുന്ന പാലത്തിൽ ബൈക്കുകൾക്ക് കയറാനുള്ള അനുമതിയില്ല. അതുകൊണ്ട് നമുക്ക് ഈ താഴത്തെ പാലത്തിൽ കൂടെ വേണം ബാഗ ബീച്ചിലേക്ക് പോകാനായിട്ട്. പലർക്കും അറിയാതെ വഴിതെറ്റി ഈ പാലത്തെ കയറാൻ പോകാറുണ്ട്. പലർക്കും ഫൈനൊക്കെ കിട്ടിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് മുംബൈക്കുള്ള നാഷണൽ ഹൈവേ ആണ്. രാത്രിയാകുമ്പോൾ ഈ പാലം ലൈറ്റൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിരിക്കും നമുക്ക് കാണാനായിട്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണാൻ സാധിക്കും. ഈ ബാഗ ബീച്ചിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്കൊരു വൈകുന്നേരങ്ങളിലേക്ക് അങ്ങോട്ടേക്ക് എത്തുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ബീച്ചിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ 18 കിലോമീറ്റർ ദൂരമുണ്ട്. നാട്ടിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ ഗോവയിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുക. വടക്കൻ ഗോവയിലെ ഒരു കടൽത്തീര പട്ടണമാണ് ബാഗ. തെക്ക് 2 കിലോമീറ്റർ അകലെയുള്ള കലാൻഗുട്ടിൻ്റെ അധികാര പരിധിയിലാണ് ഈ ബാഗ ബീച്ചൊക്കെ വരുന്നത്. ഇവിടേക്ക് പ്രതിവർഷം ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് എത്താറുള്ളത്. കാൻഡോലിമിലെ സിൻകൊറിമിൽ നിന്ന് ആരംഭിച്ച് കലാൻഗുട്ടിലേക്കും തുടർന്ന് ബാഗയിലേക്കും നയിക്കുന്ന തുടർച്ചയായ ബീച്ചിൻ്റെ വടക്കേ അറ്റത്താണ് ബാഗ എന്ന് പറയുന്ന ആ ഒരു പട്ടണം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഈ ഗോവയിലെ പ്രത്യേകത പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇഷ്ടം പോലെ ബാറുകളും മദ്യവിൽപ്പനശാലകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ യാത്ര ചെയ്യുന്ന വഴിക്ക് വിദേശികളായിട്ടുള്ളവരടക്കം ഇങ്ങനെ ഈ ബാറിൻ്റെ മുന്നിലൊക്കെ ഇരുന്ന് മദ്യപിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പൊതുസ്ഥലങ്ങളിൽ മദ്യപാനം ഇവിടെ നിരോധിച്ചിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം യാത്ര ചെയ്ത് ബാഗ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നത് ഈ ബാഗ ബീച്ചിൻ്റെ നടുക്കൂടുള്ള വേറൊരു എൻട്രി കൂടെയാണ് ഈ ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ നടുക്കായിട്ട് ഒരു പഴയകാല വ്യക്തിയുടെ ഒരു പ്രതിമയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കത് കാണാം. ഇനി നമുക്ക് ബാഗ ബീച്ചിനകത്തേക്ക് നടന്ന് കയറാം. അപ്പോൾ ഈ കാണുന്നതാണ് ബാഗ ബീച്ച്. ഈ ഏകദേശം ഒരു 3-3:30 സമയത്താണ് ഞങ്ങളിവിടെ വന്നത്. നല്ല പൊള്ളുന്ന വെയിലുണ്ട്, പക്ഷെ എന്നാലും നല്ല കടൽക്കാറ്റ് നമുക്ക് ഇങ്ങോട്ടേക്ക് കേൾക്കുന്നുള്ളതുകൊണ്ട് ആ ചൂട് ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നടന്നു കാണാം. ഒരുപാട് സന്ദർശകർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ബീച്ചിൽ നിറയെ ആളുകളായി തുടങ്ങിയിട്ടുണ്ട്. സൈഡിൽ ഇങ്ങനെ
ഒരുപാട് കുടകൾ നിരത്തി വെച്ചേക്കുന്ന കാണാം. അതിൻ്റെ ചോട്ടിലൊക്കെ ചെറിയ കട്ടിലുകൾ ഇട്ടിട്ട് അവിടെ ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിലൊക്കെ പോയി കുളിച്ചിട്ട് വന്ന് അതിൻ്റെ മേലെ കിടക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ഇനി ഒരു 750 മീറ്റർ നടന്നാൽ മാത്രമേ നമുക്ക് ഈ ബാഗ ബീച്ചിൻ്റെ ഒരു സൈഡിൽ നമ്മൾ എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് മുന്നോട്ട് നടന്നു പോയി ഇവിടെ ഒക്കെ ഒന്ന് കാണാം. അതുപോലെ തന്നെ ബാഗ ബീച്ചിൽ പാരാസെയിലിംഗ് ഒക്കെ കാണാൻ സാധിക്കും. നമ്മൾ നടന്ന് ഇതിൻ്റെ ഒരു മറ്റൊരു തലയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ ഒരു പുഴ ഒഴുകി വന്ന് കടലിലേക്ക് ചേരുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഭാഗത്തായിട്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ് ഈ കടലിലേക്ക് ഒഴുകി വരുന്നത്. ഇവിടെ അധികവും കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കയാക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. അതിനൊക്കെ നമ്മൾ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ വെറുതെ നടന്നു കഴിഞ്ഞപ്പോൾ കണ്ടത് ഇഷ്ടംപോലെ മീൻ പിടിച്ചിട്ട് വന്ന് അയല അവർ വലയിൽ നിന്നെടുത്ത് കൊട്ടയിലൊക്കെ ഇടുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അവിടെ തന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മീനൊക്കെ വേണ്ടുന്ന ആൾക്കാർക്ക് മീനൊക്കെ വാങ്ങിയെടുക്കാം. കാണുന്നതാണ് ബാഗ ടൗണിലേക്കുള്ള എൻട്രി. ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ക്ഷേത്രം നമുക്ക് കാണാം. അതുപോലെ തന്നെ വരുന്ന ടൂറിസ്റ്റുകളുടെ ബസ്സുകളും വണ്ടികളും ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. നമുക്ക് പനാജിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ ഈ ബാഗയുടെ ഈ ഭാഗത്താണ് ബസ് കൊണ്ടുവന്ന് നിർത്തുക. അപ്പോൾ തിരിച്ച് നമുക്ക് വീണ്ടും ബീച്ചിലേക്ക് പോവാം. അപ്പോൾ ഈ റോഡ് സൈഡിലായിട്ട് ഇഷ്ടം പോലെ ഈ ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്ത് വിൽക്കുന്ന ആൾക്കാരെ കാണാം. അതുപോലെ ധാരാളം മലയാളികൾ ഈ ബീച്ചിലൂടെ നടക്കുന്നതൊക്കെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും.
ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കട്ടിലുകളൊക്കെ ഇട്ട് കിടക്കുന്ന ആൾക്കാരുടെയൊക്കെ അടുത്തുള്ള കുടകളൊക്കെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബീച്ചിലേക്ക് ഫേസ് ആയിട്ടുള്ള ഹോട്ടലുകളിലൊക്കെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു തുടങ്ങി. നമുക്ക് ഈ കട്ടിലൊക്കെ കിടക്കുന്ന ആൾക്കാരെയൊക്കെ കാണാൻ സാധിക്കും. ഇവരൊക്കെ ഈ വെള്ളത്തിലൊക്കെ കളിച്ച് വന്ന് റെസ്റ്റ് എടുക്കുന്നതാണ്. ഒരു മണിക്കൂർ ഈ ബെഡ് ഉപയോഗിക്കുന്നതിന് 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഹോട്ടലുകളിൽ നിന്നും വലിയ ശബ്ദത്തിലുള്ള പാട്ടുകളൊക്കെ മുഴങ്ങിത്തുടങ്ങി. ഇനി ഇത് രാത്രി 10-12 മണി വരെ ഇവിടെ ഇങ്ങനെ ആയിരിക്കുമെന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. നമ്മുടെ സമയം നമുക്കിവിടെ നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ഭാഗമൊക്കെ ഒന്ന് കണ്ട് രീതികളൊക്കെ മനസ്സിലാക്കി ഇവിടുന്ന് തിരിച്ച് ഞങ്ങൾ ഓൾഡ് ഗോവയ്ക്ക് പോവുകയാണ്. അവിടെയാണ് ഞങ്ങളുടെയൊക്കെ റൂമുള്ളത്. കണ്ടോ എത്ര മനോഹരമായിട്ടാണ് ഇവിടെ ഹോട്ടലുകളൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് നോക്ക്. നല്ല രസമില്ലേ? അപ്പോൾ എല്ലാ ഹോട്ടലുകളിൽ നിന്നും ചെയറൊക്കെ എടുത്തിട്ട് ആ ബീച്ചിൻ്റെ സൈഡ് മൊത്തം നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആൾക്കാർക്ക് വരുമ്പോൾ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഓരോ ഹോട്ടലുകാരും മത്സരിച്ച് ചെയ്തു വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് ഓൾഡ് ഗോവയിലുള്ള ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ രാത്രി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ പാലത്തിലെ ലൈറ്റൊക്കെ കത്തുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ പാലമാണിത്. ആ പാലത്തിലെ ലൈറ്റ് ഇങ്ങനെ മാറി പല രീതിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള കളറിൽ ലൈറ്റുകൾ ഇങ്ങനെ കത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ എവിടെയും നമുക്ക് വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ദൂരെ എവിടെയെങ്കിലും മാറി നിന്ന് കാണാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു സ്ഥലത്തെ കാഴ്ചകളുമായി വീണ്ടും കാണാം. താങ്ക്